അച്ഛാ ഗോപികൃഷ്ണ കണ്ണപ്പമാവ വന്നിരിക്കണോ. നീ എന്താ പറഞ്ഞ്? ഇത് നായകന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് നായകന്റെ വില്ലന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. പറമ്പിൽ ജോസ് ഓർ ദുബായ് ജോസ്. അത് ഒരവതാരമാ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ചേട്ടാ എല്ലാരെയും വിളിച്ചോ, ഇന്ന് എന്റെ വക. ജോസ് അതെ വാ, നമുക്കൊന്ന് അടിച്ച് കേറാം. ജോസ് ദുബായ് ജോസ്. കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ, ഒന്ന് അടിച്ച് കേറാൻ. എന്റെ പ്രതാപൻ സാറേ, ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ ഇതാണ്. ജോസ് ദുബായ് ജോസ് ആകുന്നതിന് മുമ്പേ ചീങ്കണ്ണി ജോസ് ആയിരുന്നു. നീ പേടിക്കും, ചെറ്റത്തരത്തിൽ നിന്നെക്കാൾ ഒരു വെള്ളപ്പാട് മുമ്പേ ഞാൻ. നീ തുഴഞ്ഞാലെത്തില്ല. എന്താ അയാളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ്? അയാളുടെ തല കണ്ടാൽ ജനം ഇരച്ചു കയറുകയാണ്. സ്ലോ മോഷനിൽ ഇങ്ങനെ ഒരു തിരിയൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ പറയത്തില്ല ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ബക്കര എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്കേ. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. അടിച്ചു കയറി വരട്ടെ. നാടാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. പല മഹാത്ഭുതങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ടർബോ ജോസിനെ വരെ താഴെ ഇറക്കിയ മറ്റൊരു ജോസാണ് ട്രെൻഡിങ്ങിലുള്ളത്, ദുബായ് ജോസ്. കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അടിച്ചു കയറി വരികയാണ് റിയാസ് ഖാന്റെ സ്വന്തം ദുബായ് ജോസ്. ഇവനെന്താ ലോട്ടറി അടിച്ച? ആകാൻ സാധ്യത ഇല്ലായ്മ കുറവില്ലാതില്ല. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടു. അതെ, കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ, ഒന്ന് അടിച്ച് കേറാൻ. നമുക്കൊന്ന് അടിച്ച് കേറാം. അടിച്ച് കേറി വാ. എല്ലാരും അടിച്ച് കയറി വാ. അടിച്ച് കേറി വാടോ. അങ്ങനെ അടിച്ച് കേറി വരട്ടെ. ജലോത്സവം സിനിമയിലെ കഥാപാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹീറോ ദുബായ് ജോസ്. സിനിമയിലെ പ്രധാന വില്ലൻ വേഷം ചെയ്തത് റിയാസ് ഖാനാണ്. വില്ലനിസവും അല്പം രസികരമായ ഈ ദുബായ് ജോസിനെയാണ് മീഡിയ ഇപ്പോൾ ആഘോഷിക്കുന്നത്. പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ദുബായ് ജോസിനെ മതി എന്ന മട്ടാണ്. കൺട്രിയല്ലേ, സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ അടിച്ച് കേറി വരട്ടെ. ഏതാണോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത്? ആ, നമുക്കൊന്ന് അടിച്ച് കേറാം. എങ്കിൽ പിന്നെ മറക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അടിച്ച് കേറുക. പക്ഷേ ഒരു കാര്യം കേട്ടോ, നമ്മൾ ഇനിയും കാണും, ഈ കടം വീട്ടും. അടിച്ച് കേറി പാടാ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ടർബോ ജോസ് വന്നപ്പോൾ മലയാള സിനിമയിൽ മുൻപ് വന്നിട്ടുള്ള ജോസുമാർ ആരെങ്കിലും ഉണ്ടോ എന്ന കമന്റ് വിദഗ്ധരുടെ അന്വേഷണവുമായിരിക്കാം ദുബായ് ജോസിലേക്ക് എത്തിയത് എന്നും പലരും പറയുന്നു. ആളുകളൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സമാധാനം പോകുന്നല്ലാതെ ബാക്കിയുള്ളൊക്കെ കരിയർ കൊണ്ടുപോകാം. അന്ന് റിയാസ് ഖാന് ലഭിച്ച മികച്ച വേഷങ്ങളിലൊന്നായിരുന്നു ഈ ദുബായ് ജോസ്. പക്ഷെ അന്ന് കിട്ടാത്ത സ്വീകരണമാണ് ദുബായ് ജോസിന് ഇന്ന് സോഷ്യൽ മീഡിയ നൽകുന്നത്. ആവേശം ഇറങ്ങിയപ്പോൾ രംഗണ്ണന്റെ എടാ മോനെ കത്തിക്കയറിയ പോലെ ദുബായ് ജോസ് അടിച്ചു കയറി വരികയാണ് ഇപ്പോൾ. ഏതായാലും ചങ്ക് പൊളപ്പ സാധനം തന്നെ. നിനക്കേ മുതലിനെ വന്ന് കിട്ടി. ഞാനല്ലേ അഭിനയിക്കുന്നത്? എന്റെ ആരാധകർക്ക് 2.5 മണിക്കൂർ നേരം എന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? എല്ലാരും അടിച്ചു കയറി വാ. ആ കാര്യം ഞാൻ എത്തി. മോളെ ചായ വേണ്ട, 2 കാലി ഗ്ലാസ് മതി.